ഹാജരാക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് വെയിറ്റ് ചെയ്യാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് എന്താണെന്ന് അവർ വ്യക്തമായിട്ട് പറയുന്നില്ല. ഇന്ന് ഹാജരാക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ വകുപ്പിട്ടാണ് എന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും ഞങ്ങളതിന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്, നോക്കി നിൽക്കുകയാണ്. അതിനെക്കുറിച്ച് തീരുമാനിച്ചിട്ടില്ല. അതെല്ലാവരുമായിട്ട് ചർച്ച ചെയ്ത് ഞങ്ങൾ തീരുമാനമെടുക്കും, ഉചിതമായ തീരുമാനമെടുക്കും. കാരണം ഇത് വളരെ ഗൗരവമായിട്ടുള്ളൊരു വിഷയമാണ്. കാരണം കേരളത്തിന്റെ വനമേഖല പൂർണ്ണമായിട്ടും മലയോര മേഖല പൂർണ്ണമായിട്ടും സംഘർഷഭരിതമാണ്. കാരണം ആളുകൾക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം. ഞാൻ എൻ്റെ നിയോജകമണ്ഡലത്തിൽ ഉൾപ്പെടെ വലിയൊരു പ്രദേശം വനവുമായിട്ട് ചേർന്ന് കിടക്കുന്നതാണ്. നിരന്തരമായിട്ട് കാട്ടാനകൾ കൂട്ടമായിട്ട് വന്ന് കൃഷി നശിപ്പിക്കുന്നു, ആളുകളുടെ ജീവനും സ്വത്തിനും ഭീഷണിയുണ്ടാക്കുന്നു. അതുപോലെ തന്നെ മറ്റ് വന്യമൃഗങ്ങൾ ജനവാസ മേഖലകളിലേക്ക് കടന്നു വരുന്നു. ഇതിനെ പ്രതിരോധിക്കാനായിട്ടുള്ള യാതൊരു നടപടിയും ഇല്ലാതെ നിരന്തരമായിട്ട് ആളുകൾ ജനവാസ മേഖലയിലേക്ക് കടന്നു വന്ന് കാട്ടാനകൾ കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ സർക്കാർ നോക്കി നിൽക്കുകയാണ്. സർക്കാർ നോക്കി നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ പ്രതിഷേധം ഉണ്ടാവും. ഇവിടെ SFIക്കാര് ആളുകളെ കൂട്ടവിചാരണ നടത്തി, ആൾക്കൂട്ട വിചാരണ നടത്തി തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കുന്നതിന് പോലീസ് നോക്കി നിൽക്കുകയാണ്. അതിന് കുട പിടിക്കുന്ന പോലീസാണ്. ഈ പോലീസ് യൂത്ത് കോൺഗ്രസിനും ഒരു നീതി, അല്ലെങ്കിൽ കോൺഗ്രസിന് ഒരു നീതി, CPMനും SFIക്കും DYFIക്കും ഒക്കെ വേറൊരു നീതി എന്ന രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ആത്മാഭിമാനമുള്ള ജനാധിപത്യ ബോധമുള്ള ആളുകളൊക്കെ പ്രതികരിക്കും. ആ പ്രതികരണമൊക്കെയാണ് ഇവിടെ കാണുന്നത്. സ്വാഭാവികമായിട്ടും ഞങ്ങൾ ശക്തമായ സമരവുമായിട്ട് മുന്നോട്ട് പോകും. ഇങ്ങനെയൊന്നും കേരളത്തെ മുന്നോട്ട് കൊണ്ടാകുന്നത് ഞങ്ങൾ ആരും അംഗീകരിക്കില്ല. അപ്പോൾ ഇന്ന് തന്നെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഇപ്പൊ തന്നെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കണം. അതാണ് ഞങ്ങളുടെ ആവശ്യം. പോലീസിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പോലീസ് അംഗീകരിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് പോകില്ല. അത് രാത്രി തന്നെ ഹാജരാക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. എങ്ങനെ വരുന്നത് ഞങ്ങൾക്ക് രാത്രി പോലീസ് സ്റ്റേഷനിൽ ഇരിക്കാൻ മടിയുള്ള ആളുകളൊന്നുമല്ല. അല്ല, അത് വകുപ്പുകൾ അവ്യക്തമാണ്. FIRന്റെ കോപ്പി നോക്കുന്നു. വകുപ്പുകൾ അവ്യക്തമാണ്. ഇവിടെ നേരത്തെ റോജി പറഞ്ഞ പോലെ ഇവിടെ DYFIയും SFIയും CPMും കേസിൽ പ്രതിയാകുമ്പോൾ വെയിലബിൾ ഒഫൻസും, യൂത്ത് കോൺഗ്രസ്സുകാരെ KSUക്കാർ വരുമ്പോൾ നോൺ വെയിലബിൾ ഒഫൻസാണ് കാണുന്നത്. അപ്പൊ ഇവിടെ എന്താണ് നോൺ വെയിലബിൾ ഒഫൻസ് ആണെന്ന് ഉറപ്പായി. എന്തായാലും കോടതിയിൽ ഹാജരാക്കാൻ വെയിറ്റ് ചെയ്യാണ്. കോടതിയിൽ ഹാജരാക്കിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഇവിടെ തന്നെ കുത്തിയിരിക്കും. യാതൊരു സംശയം. അവരെ ചോട്ട് അതാണ് ഞങ്ങൾ കാത്തു നിൽക്കുന്നത്. അവരെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കട്ടെ. ഷിയാസിനെ ഒരു പിക്നിക്ക് തന്നെ കൊണ്ടുപോയി. മൊത്തം കറക്കി എവിടെയൊക്കെ കൊണ്ടുപോയിട്ടാണ് കൊണ്ടുവന്നേക്കുന്നത്. ആ സിദ്ധാർത്ഥന്റെ കേസിലെ പ്രതിനെ എങ്ങനെ പിടിക്കാൻ സിദ്ധാർത്ഥന്റെ കേസിലെ പ്രതികളെ വളരെ ഉണ്ടായില്ല. അവരൊക്കെ വരാൻ വേണ്ടി അവര് വീട്ടിൽ വരാൻ വേണ്ടി നോക്കിയിരിക്കുകയായിരുന്നു പോലീസ്. സംസ്ഥാന വ്യാപകമായി UDF കോൺഗ്രസും സമരത്തിലാണ്. അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടാണോ MLA-മാർക്കെതിരെ അറസ്റ്റ്? അതെന്താ പറയട്ടെ, ഇത് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ മലയോര മേഖലയിലുണ്ടായിരിക്കുന്ന വിഷയം. അവര് എല്ലാ തരത്തിലും പോലീസ് വലിയ പരാജയമായി നിൽക്കുകയാണ്, സർക്കാർ പരാജയമായി നിൽക്കുകയാണ്. ഒന്നിനു പുറകെ ഒന്നായി ഓരോ ദിവസവും എന്താണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്? ഇതാണോ പിണറായി വിജയന്റെ നവകേരളം? ചെയ്തിരിക്കുന്ന നേതാക്കളെ ഉടൻ തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുമെന്ന വിവരമാണ് പോലീസ് ഇപ്പോൾ നേതാക്കളോട് പങ്കുവച്ചിരിക്കുന്നത്. മാത്യു കുഴൽനാടൻ MLAയും മുഹമ്മദ് ഷിയാസിനെയും ഈ രാത്രി തന്നെ മജിസ്ട്രേറ്റിന് മുന്നിലേക്ക് കൊണ്ടുപോകുമെന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഏതായാലും പ്രവർത്തകർ കാണാം ആ സ്റ്റേഷന് മുന്നിൽ, കോതമംഗലം പോലീസ് സ്റ്റേഷന് മുന്നിൽ മാത്യു കുഴൽനാടനെയും ഒപ്പം മുഹമ്മദ് ഷിയാസിനെയും ഇപ്പോൾ എത്തിച്ചിരിക്കുന്ന കോതമംഗലം പോലീസ് സ്റ്റേഷന് മുന്നിൽ വലിയ പോലീസ് സന്നാഹമുണ്ട്. ഒപ്പം പ്രവർത്തകരുടെ ഒരു കൂട്ടം തന്നെ കാണാം. അവരെ സ്റ്റേഷന് പുറത്തിറക്കിയാൽ മാത്രമേ അവിടെ നിന്ന് പിൻവാങ്ങൂ എന്നതാണ് പ്രവർത്തകരുടെ നിലപാട്. കോതമംഗലം നഗരത്തിലാവട്ടെ അവിടെ ഉപവാസ സമരം തുടരുകയാണ്. രാത്രിയും മുതിർന്ന നേതാക്കൾ ആ വേദികൾ തുടരുകയാണ്. രമേശ് ചെന്നിത്തല ഉൾപ്പെടെ ആ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയ നേതാക്കൾ അവിടെ നിന്ന് പിന്മാറിയില്ല. ഈ പോലീസ് നടപടിയെ തുടർന്ന് അവർ ആ സമരത്തിൽ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് തന്നെ അവിടെ തുടരുന്നുണ്ട്. ഇപ്പോൾ ഈ അറസ്റ്റ് ചെയ്തിരിക്കുന്ന നേതാക്കൾക്കെതിരെ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ എന്തൊക്കെയെന്നതിൽ ഇപ്പോഴും ഒരു അവ്യക്തത തുടരുന്നുണ്ട്. ഏതൊക്കെ വകുപ്പുകൾ പ്രകാരമാണ് കേസുകളെന്ന് വ്യക്തമാക്കിയിട്ടില്ല. അത് പോലീസും ആ വിവരങ്ങൾ കൃത്യമായി പങ്കുവെക്കുന്നില്ല എന്നതാണ് അൻവർ സാദത്ത് MLAയും ഒപ്പം റോജി ജോണും പറഞ്ഞത്. ഗുരുതര വകുപ്പുകൾ എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. കാരണം മുമ്പ് ലഭിച്ച സൂചനകൾ അനുസരിച്ചെങ്കിൽ ജാമ്യമില്ലാ വകുപ്പുകൾ തന്നെയാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയെങ്കിൽ റിമാൻഡിലേക്ക് പോകും.
അതല്ല ജാമ്യം ലഭിക്കുകയാണെങ്കിൽ അവരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിനായാലും മജിസ്ട്രേറ്റിന്റെ വീട്ടിലായിരിക്കും ഈ രാത്രി വൈകിയ സമയത്ത് ഹാജരാക്കാനുള്ള സാധ്യത. അവരോടൊപ്പം തന്നെ മാത്രമേ ഈ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് പോകൂ, സ്റ്റേഷൻ വിട്ടു പോകൂ എന്നതാണ് മറ്റ് MLA-മാരും ഒപ്പം അൻവർ സാദത്ത് MLA-യും ഒപ്പം റോജി എം ജോണും സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. ഇന്ന് കോതമംഗലത്തുണ്ടായ അസാധാരണവും നാടകീയവുമായ പ്രതിഷേധം, അവിടെയുണ്ടായ സംഘർഷം, അവിടെ പോലീസുമായി ഏറ്റുമുട്ടി, പോലീസ് വാഹനത്തിന് കേടുപാട്, പോലീസുകാർക്ക് പരിക്കേറ്റു, ഒപ്പം പ്രവർത്തകർക്ക് ലാത്തി ചാർജിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് കാര്യമായ പരിക്കേറ്റു. ഇങ്ങനെ എല്ലാ നിലയ്ക്കും യുദ്ധക്കളമായി കോതമംഗലം നഗരം മാറിയിരുന്നു. അത് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇന്ദ്രയുടെ മൃതദേഹവുമായാണ് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചത്. ആ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ഇറക്കുമ്പോൾ ആശുപത്രിയിൽ നിന്ന് ആ മൃതദേഹം ഏറ്റെടുത്തുകൊണ്ട് പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ മൃതദേഹത്തോടുള്ള അനാദരവ് കാട്ടി എന്ന വകുപ്പ് കൂടി ഇവർക്കെതിരെ ചുമത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. പോലീസിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി DYSP ഉൾപ്പെടെ ആക്രമിച്ചു തുടങ്ങിയ കുറ്റങ്ങൾ കൂടി ഇരു നേതാക്കൾക്കെതിരെയും ചുമത്തിയിട്ടുണ്ട്. ഈ രണ്ട് നേതാക്കൾ മാത്രമല്ല, മറ്റ് MP ഡീൻ കുര്യാക്കോസ്, MLA-മാരായ എൽദോസ് കുന്നപ്പള്ളി, മാത്യു കുഴൽനാടൻ, അങ്ങനെ റോജി എം ജോൺ, ഇങ്ങനെ മറ്റ് നേതാക്കൾക്കെതിരെയൊക്കെയും കേസുകളുണ്ടെങ്കിലും രണ്ട് പ്രധാനപ്പെട്ട നേതാക്കളെ മാത്രമാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ആ അറസ്റ്റിലാണ് അസ്വാഭാവികതയും അസാധാരണത്വവും ഒക്കെ കോൺഗ്രസ് ആരോപിക്കുകയും ചെയ്യുന്നത്. എബിൻ ജോസ് തുടരുന്നുണ്ട്. എബിൻ, ഈ സമരവേദിയിൽ നിന്ന് ഉപവാസ സമരത്തിൻ്റെ ഭാഗമായിരിക്കുന്ന പ്രവർത്തകർ കൂടി സ്റ്റേഷനിലേക്ക് എത്തുന്നുണ്ടോ? സ്വാഭാവികമായും ഇനിയുമേറെ ഇവരെ ഈ മജിസ്ട്രേറ്റിന് മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് വൈകിപ്പിച്ചാൽ സ്റ്റേഷനിലെ മുന്നിലും അതൊരു പ്രശ്നകരമായ സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കില്ലേ? തീർച്ചയായും ഗോകുൽ, പ്രവർത്തകർ കൂടുതലായി സ്റ്റേഷന് മുൻപിലേക്ക് എത്തുന്നുണ്ട്. പ്രവർത്തകരുടെ ആവശ്യം നേതാക്കളെ കാണണമെന്നുള്ളതാണ്. അപ്പോൾ പോലീസ് അതിനെ എതിർക്കുമ്പോഴാണ് ഈ നേരത്തെ നമ്മൾ കണ്ടതുപോലെയുള്ള ചെറിയ വാക്കുതർക്കത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ MLA-മാർ ഇടപെട്ടാണ് ആ സ്ഥിതിയെല്ലാം ശാന്തമാക്കിക്കൊണ്ട് പോകുന്നത്. പക്ഷേ ഇത് വൈകും തോറും പ്രവർത്തകർ വീണ്ടും ഈ തരത്തിലുള്ള വാക്കുതർക്കത്തിലേക്കും സംഘർഷത്തിലേക്കും സാഹചര്യം പോകാൻ ഉണ്ടാവും. ഏതായാലും നിലവിലിപ്പോൾ MLA-മാർ പോലീസ് സ്റ്റേഷനുള്ളിൽ തന്നെ ഇരിക്കുകയാണ്. ഇവരുടെ അറസ്റ്റ് നടപടികൾ ഏത് രീതിയിലാണ്, നേരത്തെ FIR സംബന്ധിച്ചുള്ള വ്യക്തതയൊന്നും ലഭിച്ചിട്ടില്ല എന്ന് അൻവർ സാദത്ത് MLA-യും റോജി ജോൺ MLA-യും വ്യക്തമാക്കിയിരുന്നു. മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണം, എത്രയും പെട്ടെന്നത് നടപടിയായി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണമെന്നുള്ളത് തന്നെയാണ് ഇവർ ഉന്നയിച്ചിരിക്കുന്നത്. അത് വൈകിയാൽ കൂടുതൽ സംഘർഷഭരിതമായ സാഹചര്യത്തിലേക്കും നേരത്തെ നമ്മൾ കണ്ടതുപോലുള്ള തർക്കത്തിലേക്കുമൊക്കെ പോകേണ്ട ഇടയാവും. ഇപ്പോൾ തന്നെ ഈ പോലീസ് സ്റ്റേഷന് മുന്നിലെ നടക്കിൽ പ്രവർത്തകർ കുത്തിയിരിക്കുന്നുണ്ട്. അവർ പറയുന്നത് ഇത്രയും നേരമായിട്ടും നേതാക്കളെ എന്തുകൊണ്ട് പുറത്തേക്ക് ഇറക്കുന്നില്ല, അല്ലെങ്കിൽ വിട്ടയക്കുന്നില്ല, അതല്ലെങ്കിൽ നിയമ നടപടികൾ കൃത്യമായി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുന്നില്ല എന്നുള്ളതാണ് ഉന്നയിക്കുന്നത്. MLA-മാർ ഇടപെട്ടാണ് പ്രവർത്തകരെ ശാന്തമാക്കി ഇപ്പോൾ എഴുതിയിരിക്കുന്നത്. കുറച്ചു നേരം കൂടി ക്ഷമിക്കാമെന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. ഏതായാലും മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയില്ലെങ്കിൽ കൂടുതൽ സമരത്തിലേക്ക് പോകും, കൂടുതൽ പ്രതിഷേധത്തിലേക്ക് പോകുമെന്നുള്ള കാര്യം നേതാക്കൾ തന്നെ അറിയിച്ചിരിക്കുന്നു. മറിച്ച് അപ്പുറം ഉപവാസ സമരപ്പന്തലിൽ കൂടുതൽ നേതാക്കളുണ്ട്. നമുക്കറിയാം, രമേശ് ചെന്നിത്തല നേരത്തെ തന്നെ എത്തിയിരുന്നു. ആ നേതാക്കളടക്കം ജില്ലയിലെ പ്രമുഖരായ നേതാക്കൾ, ഇടുക്കി, എറണാകുളം ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ അവിടെയുണ്ട്. MP അടക്കം എൽദോസ് കുന്നപ്പള്ളി MLA അടക്കമുള്ള നേതാക്കൾ അവിടെ സമരമിരിക്കുന്നു. കൂടുതൽ പ്രവർത്തകർ ഇവിടെ ഉണ്ട്. നേരത്തെ ഉച്ചയ്ക്കത്തെ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റ് ചെയ്ത പ്രവർത്തകരെ അടക്കം ഒരു 14 പ്രവർത്തകർക്ക് സ്റ്റേഷൻ ജാമ്യം നൽകി വിട്ടയച്ചിരുന്നു. എന്നാൽ ഈ നേതാക്കൾക്കെതിരെ ഏത് രീതിയിലുള്ള FIR ആണ് ചുമത്തിയിരിക്കുന്നത്, അവർക്കെതിരെ ഏത് വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്, എന്തുകൊണ്ട് ജാമ്യം നൽകുന്നില്ല എന്നുള്ള ചോദ്യങ്ങൾ നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. ഇതൊന്നും പോലീസ് വ്യക്തത നൽകുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നേരത്തെ അൻവർ സാദത്ത് MLA-യും റോജി ജോൺ MLA-യും പറഞ്ഞത്. ഈ നേതാക്കൾ മാത്യു കുഴൽനാടൻ MLA-യും അതുപോലെ തന്നെ മുഹമ്മദ് ഷിയാസും CPM-ന്റെയും അതുപോലെ തന്നെ സർക്കാരിനെതിരെയും രൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്ന നേതാക്കളാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായി പോലീസിന്റെ ഉദ്ദേശം എന്താണെന്ന് വ്യക്തമാകുമെന്നുള്ള ആരോപണം നേതാക്കൾ ഉന്നയിക്കുന്നു. ഈ നേതാക്കൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി ഇവരെ റിമാൻഡിൽ വിടുവാനുള്ള സാഹചര്യമാണ് നിലവിൽ പോലീസ് കാട്ടിക്കൂട്ടുന്നത് എന്നുള്ള ആരോപണമാണ് ഇവർ ഉന്നയിക്കുന്നത്. ഏതായാലും പോലീസിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായി വരുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥരോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഉടൻ തന്നെ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് വ്യക്തമാവുന്നത്. ആ നടപടി ഏതായാലും ഉണ്ടാവും. പിന്നീടായിരിക്കും ഒരുപക്ഷെ മജിസ്ട്രേറ്റിന്റെ അടുത്ത് നിന്ന് ഇവർക്ക് ജാമ്യം നൽകുമോ അതോ റിമാൻഡ്
തുടങ്ങിയ നടപടികളിലേക്ക് പോകുമോ എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും നേരത്തെ ഉച്ചയ്ക്കത്തെ കേസ് ഇവർക്കെതിരെ ഉച്ചയ്ക്കും മാത്തിക്കുഴനാട് MLA അടക്കം ഉള്ള നേതാക്കൾക്കെതിരെ വിവിധ വകുപ്പുകൾ ഉച്ചയ്ക്ക് നടന്ന പ്രതിഷേധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർത്തിയിരുന്നു. അതായത് ആരോഗ്യ പ്രവർത്തകരുടെയും ജോലി തടസ്സപ്പെടുത്തുക, പൊതുഗതാഗതം തടസ്സപ്പെടുത്തുക തുടങ്ങി കുറ്റകൃത്യങ്ങൾ, മൃതദേഹത്തോടുള്ള അനാദരവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു ഉച്ചയ്ക്ക് കേസെടുത്തിരുന്നത്. എന്നാൽ വൈകുന്നേരം സംഘർഷഭരിതമായ സാഹചര്യത്തിലേക്ക് കോതമംഗലത്തെ ഉപവാസ സമരം മാറുകയും പ്രവർത്തകരെ പോലീസ് മർദ്ദിച്ചു എന്നുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഈ കേസുകളിൽ കൃത്യമായി ഏത് രീതിയിലായിരിക്കാം പോലീസിന്റെ നടപടി എന്നുള്ളത് നമുക്കൊരു പക്ഷേ മജിസ്ട്രേറ്റ് മുന്നിലേക്ക് ഹാജരാക്കിയതിനു ശേഷം മാത്രമാണ് മനസ്സിലാകാൻ സാധിക്കുകയുള്ളൂ. നേതാക്കൾ ആരോപിക്കുന്നത് ഇവരെ റിമാൻഡ് ചെയ്ത് തുറങ്കിലടയ്ക്കാനുള്ള ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. പക്ഷേ പോലീസ് ഏത് തരത്തിലുള്ള വകുപ്പുകളാണ് ചുമത്തിയതെന്ന് പറയുന്നില്ല. ഇന്ന് തന്നെ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കുമെന്നുള്ളത് മാത്രമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതിനി എപ്പോഴാണ് എന്നുള്ളതാണ്. വൈകുന്നേരം പ്രവർത്തകരുടെ ക്ഷമ നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞു, എറണാകുളത്ത് നിന്നടക്കമുള്ള പ്രവർത്തകർ ഇവിടെ എത്തിയിട്ടുണ്ട്. മുഹമ്മദ് ഷിയാസ് എറണാകുളം DCC പ്രസിഡന്റാണ്. അതുകൊണ്ട് തന്നെ ആ DCC പ്രസിഡന്റ് തങ്ങൾക്ക് കാണണം എന്നുള്ളതാണ് പ്രവർത്തകർ ഉന്നയിക്കുന്ന ആവശ്യം. പക്ഷേ ആ ആവശ്യം കൂടുതൽ പ്രവർത്തകരെ സ്റ്റേഷനുള്ളിലേക്ക് കയറ്റാൻ സാധിക്കില്ല എന്നുള്ളത് പോലീസ് നേരത്തെ തന്നെ അറിയിച്ചിരിക്കുന്നു. കൂടുതൽ പോലീസിനെ കോതമംഗലം സ്റ്റേഷൻ കേന്ദ്രീകരിച്ചുകൊണ്ട് വിന്യസിച്ചിട്ടുണ്ട്. ഈ ആളുകൾ കൂടുതലായി പോലീസ് സ്റ്റേഷനുള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് വീണ്ടും സംഘർഷഭരിതമായ സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു ഉള്ളതുകൊണ്ട് തന്നെയാണ് നേതാക്കൾ ഇടപെട്ടുകൊണ്ട് ഇപ്പോൾ പ്രവർത്തകരെ ശാന്തരാക്കി പുറത്തു നിർത്തിയിരിക്കുന്നത്. പക്ഷേ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ നേതാക്കൾ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുന്നത് വൈകിയാൽ അത് ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് കടക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പോലീസും ആ രീതിയിൽ വൈകിപ്പിക്കില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഇക്കാര്യത്തിൽ ഇടപെടൽ നടത്തുന്നുണ്ട്. കൃത്യമായും DSP അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഈ കോതമംഗലം പോലീസ് സ്റ്റേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഇത് ചെയ്തു തീർക്കുമെന്നുള്ളത് തന്നെയാണ് കരുതുന്നത്. എന്നാൽ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഒരു ആരോപണം ഇത് മനഃപൂർവ്വം വൈകിപ്പിക്കുന്നതാണ്. എത്രയോ വൈകിപ്പിക്കാൻ പറ്റുമോ അത്രയും വൈകിപ്പിച്ച് ഈ നേതാക്കളെ റിമാൻഡിൽ വിടുക, ജയിലിൽ അടയ്ക്കുക എന്നുള്ളതാണ് പോലീസിന്റെ ഉദ്ദേശമെന്ന് പറയുന്നു. പക്ഷേ ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ ഏതാണെന്ന് അറിയാതെ നമുക്ക് ആ രീതിയിലാണ് പോലീസ് നടപടിയെന്ന് പറയാൻ സാധിക്കില്ല. മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കിയാലാണ് റിമാൻഡാണോ അതെയോ അവിടെ നിന്ന് ജാമ്യം ലഭിക്കുമോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് വ്യക്തമാവുകയുള്ളൂ. നേരത്തെ അറസ്റ്റ് ചെയ്ത പ്രവർത്തകരെ സ്റ്റേഷൻ ജാമ്യം നൽകി വിട്ടയക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ റിമാൻഡിലേക്ക് നീങ്ങുമോ എന്നുള്ളതൊക്കെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയാൽ മാത്രമാണ്, അല്ലെങ്കിൽ പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട് സംബന്ധിച്ച ആ കാര്യങ്ങളിലൊക്കെ നടപടിക്രമങ്ങളിലേക്കൊക്കെ കടന്നാൽ മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇപ്പോഴും നിലവിൽ മാത്തിക്കുഴനാടൻ MLA യും മുഹമ്മദ് ഷിയാസും പോലീസ് സ്റ്റേഷനിൽ തുടരുകയാണ്. അൻവർ സാദത്ത് MLA യും റോജി M. ജോൺ MLA യും അവരോടൊപ്പമുണ്ട്. ഗോകുൽ, ഇവരെ ഇവർക്കൊപ്പം കൂടുതൽ പ്രവർത്തകരെ ഇവിടെ നമുക്ക് സ്റ്റേഷനിലെ ദൃശ്യങ്ങളിൽ മറ്റ് നേതാക്കളെ കൂടി കാണാം. മറ്റാരെങ്കിലും കൂടി കസ്റ്റഡി എടുത്തിട്ടുണ്ടോ ഈ രണ്ട് നേതാക്കൾക്ക് പുറമെ? നിലവിൽ ഇപ്പോൾ രണ്ട് നേതാക്കളാണ് ഈ സ്റ്റേഷനുള്ളിലുള്ളത്. മറ്റ് ഇവരുടെ ഒപ്പം അൻവർ സാദത്ത് MLA യും അതുപോലെ തന്നെ റോജി ജോൺ MLA യും അതുപോലെ തന്നെ ഇവരുടെ ബന്ധപ്പെട്ട അഭിഭാഷകരും ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇപ്പോൾ സ്റ്റേഷനിലുള്ളത്. കൂടുതൽ പ്രവർത്തകരെ, അല്ലെങ്കിൽ ഒരുപാട് പ്രവർത്തകരെ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 14 പ്രവർത്തകരോട് കസ്റ്റഡി എടുത്തിരുന്നു. പക്ഷേ ഇവർക്ക് സ്റ്റേഷൻ ജാമ്യം നൽകി വിട്ടയക്കുകയാണ് ചെയ്തത്. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ ഈ ഇവർ രണ്ടുപേരും മാത്രമാണ് ഇപ്പോൾ നിലവിൽ കസ്റ്റഡി എടുത്തിട്ടുള്ളത്. അവരെയാണ് പ്രധാനമായിട്ടും കോൺഗ്രസ് നേതാക്കളെ അറസ്റ്റ് ചെയ്തിട്ട് പിന്നെ ഇപ്പോൾ റോജി M. ജോൺ MLA, അൻവർ സാദത്ത് MLA യും സ്റ്റേഷനിലേക്ക് എത്തുകയും ഇവർക്കൊപ്പം ഇരിക്കുകയും ചെയ്യുകയാണ്. നടപടിക്രമങ്ങൾ പൂർത്തിയായ മുറയ്ക്ക് മാത്രമാണ് സ്റ്റേഷനിൽ നിന്ന് മടങ്ങുകയുള്ളൂ എന്ന് അൻവർ സാദത്ത് MLA നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. എന്താണ് പോലീസിന്റെ നടപടി അറിഞ്ഞതിന് ശേഷം മാത്രമേ തങ്ങളും ഈ പോലീസ് സ്റ്റേഷനിൽ മടങ്ങുന്നുള്ളൂ. അതിനുശേഷം മാത്രമാണ് MLA മാരുടെ അടുത്ത് നിന്ന് പോവുകയുള്ളൂ എന്നുള്ളതാണ് അൻവർ സാദത്ത് MLA യും റോജി ജോൺ MLA യും വ്യക്തമാക്കിയത്. ഈ നേതാക്കൾക്കെതിരെ എടുത്തിരിക്കുന്ന കേസുകൾ ഏതാണെന്നൊക്കെ വ്യക്തമാവാതെ, അല്ലെങ്കിൽ പോലീസിന്റെ കൃത്യമായ നിയമ നടപടി മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാതെ അവർ മടങ്ങില്ല. പ്രവർത്തകരും പോലീസ് സ്റ്റേഷന്റെ ഭാഗത്തുനിന്ന് മടങ്ങില്ല. അതുപോലെ തന്നെ ടൗൺ കേന്ദ്രീകരിച്ചുകൊണ്ട് ഉപവാസ സമരം നടക്കുന്ന സ്ഥലത്തും കൂടുതൽ പ്രവർത്തകരുണ്ട്. അവിടെയാണ് കൂടുതലായി പ്രവർത്തകർ ഉള്ളത്. സ്റ്റേഷന്റെ ഭാഗത്ത് കുറച്ചധികം പ്രവർത്തകർ ഇപ്പോൾ വന്നു ചേർന്ന പ്രവർത്തകരുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് കേന്ദ്രങ്ങളിലാണ് പ്രവർത്തകരുള്ളത്. ഏതെങ്കിലും കൂടുതൽ വൈകുന്ന സാഹചര്യം ഉണ്ടായാൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രവർത്തകർ എത്തിച്ചേരുന്ന സാഹചര്യം ഉണ്ടാവും. അത് സംഘർഷഭരിതമായ സാഹചര്യത്തിലേക്ക് പോകുമെന്നുള്ളത് തന്നെയാണ് നേതാക്കളും മുന്നറിയിപ്പായി നൽകുന്നത്. ഏതായാലും പോലീസിന്റെ നടപടിക്രമങ്ങൾ ഇപ്പോൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. പോകും. ഏതായാലും വലിയ പ്രതിഷേധത്തിനൊടുവിൽ ആ പ്രതിഷേധങ്ങൾക്കെതിരെ എടുത്ത കേസിലാണ്, ആ സംഘർഷത്തിനെതിരെ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളിലാണ് ഇപ്പോൾ രണ്ട് നേതാക്കളെയും
അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കോതമംഗലം പോലീസ് സ്റ്റേഷനിലാണ്. മുഹമ്മദ് ഷിയാസിനെയും ഒപ്പം മാത്യു കുഴൽനാടൻ എമ്മിനെയും എത്തിച്ചിരിക്കുന്നത്. ഇരുവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞു. രാത്രി തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും എന്നതാണ് പോലീസ് കോൺഗ്രസ് നേതാക്കൾക്ക് നൽകിയിരിക്കുന്ന ഉറപ്പ്. പക്ഷേ അത് എപ്പോഴാകും ഹാജരാക്കുക എന്നത് വ്യക്തമായിട്ടില്ല. പുറത്ത് സ്റ്റേഷന് വെളിയിൽ പ്രവർത്തകരുടെ ഒരു കൂട്ടം തന്നെയുണ്ട്. അവർ നേതാക്കളെ കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അവിടെ എത്തിയത്. പിന്നീട് അത് പോലീസ് ആവശ്യം നിഷേധിച്ചു. തുടർന്ന് നേതാക്കളും പ്രവർത്തകരും പോലീസും തമ്മിൽ സ്റ്റേഷന് പുറത്ത് സ്റ്റേഷൻ്റെ പടിയിൽ വലിയ തർക്കമുണ്ടായി. ആ തർക്കത്തിൽ MLA-മാരാണ് ഇടപെട്ട് അവരെ സമാധാനിപ്പിക്കുന്നത്, അവരെ അനുനയിപ്പിച്ചത്. ഇപ്പോൾ ഏതായാലും സ്റ്റേഷനുള്ളിൽ അറസ്റ്റുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ശേഷം ഇരുവരെയും, മുഹമ്മദ് ഷിയാസിനെയും ഒപ്പം മാത്യു കുഴൽനാടൻ MLA-യും മജിസ്ട്രേറ്റിന് മുന്നിൽ ഇന്ന് തന്നെ രാത്രി തന്നെ ഹാജരാക്കുമെന്നതാണ് മനസ്സിലാക്കാനാവുന്നത്. ഇരുവർക്കുമെതിരെ ഗുരുതര വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. കോതമംഗലത്ത് ഇന്ന് നടന്ന പ്രതിഷേധങ്ങൾ അത് കൈവിട്ടുപോയ പ്രതിഷേധമായിരുന്നു. അക്രമാസക്തമായ നിലയിലേക്ക് പോയി. കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇന്ദിരയുടെ മൃതദേഹവുമായി കോൺഗ്രസ് പ്രവർത്തകർ റോഡ് ഉപരോധിക്കുന്ന ഘട്ടമുണ്ടായി. ഇതിലൊക്കെ വിവിധ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. മൃതദേഹത്തോടുള്ള അനാദരവ്, ഗതാഗതം തടസ്സപ്പെടുത്തൽ, പോലീസിൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, ഒപ്പം പോലീസുകാരെ ആക്രമിച്ചതിനെതിരെയുള്ള വകുപ്പുകളുണ്ട്. അങ്ങനെ വിവിധ വകുപ്പുകൾ ചുമത്തിയാണ് പൊതുമുതൽ നശിപ്പിച്ചതിനുൾപ്പെടെയുള്ള കുറ്റം ഇവർക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. നിരവധി നേതാക്കൾക്കും പ്രവർത്തകർക്കുമെതിരെ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് DYSP ഉൾപ്പെടെ ആക്രമിച്ചു എന്നതാണ് പോലീസിൻ്റെ കുറ്റ ആരോപണം. ഈ കുറ്റങ്ങൾക്കാണ് ഏതൊക്കെ വകുപ്പുകളാണ് എന്നത് കൃത്യമായി ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല. അൻവർ സാദത്ത് MLA-യും റോജി M. ജോണും പറഞ്ഞതും അതുതന്നെയാണ്. ഏതൊക്കെ വകുപ്പുകളാണ് ഇരുവർക്കും, MLA-ക്കും DCC പ്രസിഡന്റിനുമെതിരെ ചുമത്തിയിരിക്കുന്നതെന്ന് ഇപ്പോഴും പോലീസ് കൃത്യമായി പങ്കുവെക്കുന്നില്ല. അത് ഒരുപക്ഷെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുന്ന ഘട്ടത്തിലായിരിക്കും റിമാൻഡ് റിപ്പോർട്ട് പോലെയുള്ള കാര്യങ്ങളിൽ അത്തരം വിവരങ്ങൾ വരിക. ജാമ്യമില്ലാ വകുപ്പുകളിൽ എന്താകും മജിസ്ട്രേറ്റിൻ്റെ തീരുമാനം? റിമാൻഡ് ആയിരിക്കുമോ അതല്ല സ്റ്റേഷൻ ജാമ്യമോ എന്തായിരിക്കും എന്നതും ആകാംക്ഷയാണ്. ഒപ്പം ഇന്നത്തെ ഈ പോലീസ് നടപടിയെ തുടർന്നുണ്ടാകാനിരിക്കുന്ന പ്രതിഷേധങ്ങൾ, അത് വന്യജീവി ആക്രമണങ്ങളിൽ മനുഷ്യർക്ക് സംരക്ഷണം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ നേരിമംഗലത്ത് കൊല്ലപ്പെട്ട ഇന്ദിരയുടെ കുടുംബത്തിന് നീതി നടപ്പാക്കണം, നീതി നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഉപവാസ സമരത്തിനപ്പുറത്തേക്ക് പോലീസ് MLA-യും ഒപ്പം DCC പ്രസിഡന്റിനെയും രാത്രി അറസ്റ്റ് ചെയ്യുന്നു. ആ അറസ്റ്റ് ചെയ്ത രീതി, ജനാധിപത്യ പ്രതിഷേധങ്ങളോട് പോലീസ് ക്രൂരമായി ഇടപെടുന്നു, പ്രതികരിക്കുന്നു എന്ന തരത്തിലുള്ള ആക്ഷേപം ഉയർത്തിക്കൊണ്ട് വലിയ പ്രക്ഷോഭങ്ങൾക്കാണ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അതിൻ്റെ സൂചന എന്ന നിലയിലാണ് നാളെ എറണാകുളത്ത് നിന്ന് സംഭവിക്കുമെന്ന് കണ്ടോളൂ എന്ന പ്രതിപക്ഷ നേതാവ് തിരുവനന്തപുരത്ത് പ്രതികരിച്ചത്. ഇന്ന് തന്നെ അതിൻ്റെ സൂചനകളിലായിരുന്നു തിരുവനന്തപുരത്ത് രാത്രി വൈകിയും 12 മണിക്ക് ശേഷവും തിരുവനന്തപുരത്തുണ്ടായ ഒരു മാർച്ച്, പ്രതിഷേധ മാർച്ചുണ്ടായി. അവിടെയും പോലീസുമായി ഉന്തുതള്ളുണ്ടായിരുന്നു. പോലീസിനെതിരെയും ഗുരുതരമായ ആരോപണങ്ങൾ, അത് നിലവിലെ പോലീസും സർക്കാരും CPM-ഉം അല്ലെങ്കിൽ SFIയും ഒക്കെ പ്രതിക്കൂട്ടിലായിരിക്കുന്ന വിഷയങ്ങൾ, പ്രത്യേകിച്ച് പൂക്കോട് ക്യാമ്പസിൽ സിദ്ധാർത്ഥൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം ഒരു വഴിക്ക് നടക്കുന്നു. ശമ്പള വിതരണത്തിലെ പ്രതിസന്ധി മറ്റൊരു വശത്ത്. അങ്ങനെ സർക്കാർ പ്രതിരോധത്തിലായിരിക്കുന്ന ഘട്ടത്തിൽ കോൺഗ്രസ് നേതാക്കളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് അവർക്കെതിരായ പോലീസ് നടപടികളിലൂടെ ജനങ്ങളുടെ ശ്രദ്ധ, മാധ്യമ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ശ്രമം കൂടിയാണിത്. എന്നാൽ പ്രതിഷേധങ്ങൾ, പ്രക്ഷോഭങ്ങൾ ഒരേ സമയം തന്നെ സമാന്തരമായി വിവിധ വിഷയങ്ങളിലുള്ള പ്രതിഷേധങ്ങൾ തുടരുമെന്നതുകൂടി പ്രതിപക്ഷ നേതാവ് പറയുന്നു. ഈ നടപടികളിലൊക്കെ പ്രത്യേകിച്ച് മുഹമ്മദ് ഷിയാസിനെയും മാത്യു കുഴൽനാടനെയും തന്നെ അറസ്റ്റ് ചെയ്തതിൽ കൃത്യമായ സർക്കാരിൻ്റെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെയും ഒക്കെ നിർദ്ദേശമുണ്ട്. ഇക്കഴിഞ്ഞ മാസങ്ങളിൽ നമ്മൾ കണ്ടതാണ്. എക്സാലോജിക് CMR ഇടപാടുമായി ബന്ധപ്പെട്ട്, സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങളിൽ മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ കുടുംബത്തെയും ഒക്കെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് നിയമസഭയ്ക്കകത്തും പുറത്തുമൊക്കെ പ്രതികരണങ്ങൾ നടത്തിയ, വാർത്താ സമ്മേളനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് മാത്യു കുഴൽനാടൻ. മുഖ്യമന്ത്രിയെ നേരിട്ട് വാക്പോര്, അത് മുഖ്യമന്ത്രിക്കെതിരെ അധിക്ഷേപകരമായ പരാമർശങ്ങൾ ഉൾപ്പെടെ നടത്തിയിട്ടുള്ള ആളാണ് മുഹമ്മദ് ഷിയാസ് എന്ന DCC പ്രസിഡന്റ്. അങ്ങനെ പോലീസിൻ്റെയും CPM-ൻ്റെയും കണ്ണിലെ കരട് തന്നെയാണ് മുഹമ്മദ് ഷിയാസ് ആയാലും. ഒപ്പം CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരു പല ഘട്ടങ്ങളിലും സർക്കാരിനെയും പാർട്ടിയെയും ഒക്കെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് മാത്യു കുഴൽനാടൻ. ഏതായാലും ഇരു നേതാക്കളെ ഇവരെ മാത്രം അറസ്റ്റ് ചെയ്യുന്ന MP-ക്കെതിരെയും മറ്റ് MLA-മാർക്കെതിരെയും ഒക്കെ FIR ഉണ്ടെങ്കിലും ഈ രണ്ട് നേതാക്കളെ മാത്രം അറസ്റ്റ് ചെയ്തതിൽ ഒരു അസാധാരണ നീക്കമാണ്, അല്ലെങ്കിൽ അതിലൊരു അസ്വാഭാവികത ഉണ്ട് എന്നതാണ് കോൺഗ്രസിൻ്റെ ആരോപണം. ഏതായാലും ഇരുവരും പോലീസ് സ്റ്റേഷനുള്ളിൽ തുടരുകയാണ്. എബിൻ ജോസ് ചെയ്തുകൊണ്ട്, എബിൻ, ഈ നടപടിക്രമങ്ങളൊക്കെ
അതിൻ്റെ വഴിക്ക് ഒരു ഭാഗത്ത് നടക്കുന്നുണ്ടെങ്കിലും സ്വാഭാവികമായ ഒരു വൈകലാണ്. വേണമെങ്കിൽ 24 മണിക്കൂർ സമയമുണ്ട് ഹാജരാക്കുവാനൊക്കെ. മജിസ്ട്രേറ്റിൻ്റെ കൂടി ഒരു സമ്മതത്തോടു കൂടി മാത്രമല്ലേ അങ്ങോട്ടൊക്കെ വീട്ടിലേക്കോ മറ്റോ ഹാജരാക്കാൻ എത്തിക്കാനാവൂ? ഗോകുൽ, അങ്ങനെ തന്നെയാണ്. കാരണം നമുക്കറിയാം, സാധാരണ നടപടിക്രമങ്ങളാണ് പോലീസ് ഒരു വ്യക്തിയെ കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞാൽ, ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആളുകളെ കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന നടപടിക്രമങ്ങളാണ് ഇപ്പോൾ ഇവിടെ തുടരുന്നത്. 24 മണിക്കൂർ പോലീസിന് സമയമുണ്ട് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാനുള്ളത്. മജിസ്ട്രേറ്റിന്റെ സമയവും കൃത്യമായ കാര്യങ്ങളും ചോദിച്ചതിന് ശേഷം മാത്രമായിരിക്കും നടപടിക്രമങ്ങളിലേക്കൊക്കെ പോലീസ് കടക്കുക. പക്ഷേ ഇവിടെ ഒരു MLA-യും അതുപോലെ തന്നെ ജില്ലയിലെ ഏറ്റവും മുതിർന്ന നേതാവിനെയും വേണം അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതുകൊണ്ട് തന്നെ അതിന്റെ കാര്യങ്ങൾ പ്രത്യേകിച്ച് എടുത്തു പറയുന്ന ജനപ്രതിനിധിയാണ് ഇപ്പോൾ കസ്റ്റഡി എടുത്ത് മണിക്കൂറുകളായി പോലീസ് സ്റ്റേഷനിൽ നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് തന്നെ പോലീസിന് വ്യക്തമാണ്. MLA-യാണ് കസ്റ്റഡിയിലെടുത്ത് മണിക്കൂറുകളോളം പോലീസ് സ്റ്റേഷനുള്ളിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്. അത് കൂടുതൽ നിയമപരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ വ്യക്തത വരുത്തേണ്ടി വരും എന്നുള്ളതും പോലീസിന് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ നിയമ നടപടികളിലൂടെ ആയിരിക്കും പോലീസ് ഈ കേസിൽ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നമുക്ക് ഈ മണിക്കൂറിൽ മനസ്സിലാവുന്നത്. കാരണം അതുകൊണ്ട് തന്നെയാണ് കൃത്യമായ ചാർജും കൃത്യമായ കേസ് ഷീറ്റും അതുപോലെ തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുമ്പോൾ കൃത്യമായി FIR-ഉം ഈ കാര്യത്തിൽ ഉണ്ടാവുമെന്നുള്ളത് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതല്ലെങ്കിൽ പോലീസ് മറുപടി പറയേണ്ടി വരും. കാരണം MLA അടക്കമാണ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ MLA-മാരും ജനപ്രതിനിധികളും സംസ്ഥാനത്ത് തന്നെ മുതിർന്ന നേതാക്കളും ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്. നേതാക്കളടക്കം ഈ കോതമംഗലത്ത് എത്തിയിട്ടുണ്ട്. രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കളാണ് ഈ സമരത്തിന് നേതൃത്വം നൽകുന്നത് എന്നുള്ളത് തന്നെ ഇപ്പോൾ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അലംഭാവം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായാൽ അതിന് നാളെ പോലീസ് ഉത്തരം പറയേണ്ടി വരുമെന്നുള്ളത് വ്യക്തമാണ്. പ്രത്യേകിച്ച് മാത്തിക്കുഴൽനാടൻ MLA സർക്കാരിനെതിരെ രൂക്ഷമായ രീതിയിൽ വിമർശനം ഉന്നയിക്കുന്ന നേതാവാണ്. നിയമസഭയ്ക്കകത്തും പുറത്തും മുഖ്യമന്ത്രിക്കെതിരെയും അതുപോലെ തന്നെ CPM-നെതിരെയും ശക്തമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന നേതാവാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലൊരു പാകപ്പിഴകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പോലീസും സർക്കാരും അതിൽ പ്രതിക്കൂട്ടിലാവും. സർക്കാരിനെതിരെ രൂക്ഷ വിമർശനങ്ങൾക്ക് ഇടയാക്കുമെന്നുള്ളത് വ്യക്തമായി പോലീസിനും അറിയാം. അതുകൊണ്ട് തന്നെ ഈ നേതാക്കളെ കസ്റ്റഡി എടുക്കുമ്പോൾ അതിനുള്ള മുൻകരുതലുകളെല്ലാം തന്നെ പോലീസ് സ്വീകരിച്ചിട്ടുണ്ടാവും. കൃത്യമായ FIR രജിസ്റ്റർ ചെയ്യുന്നതിലും കേസ് ചാർജ് ചെയ്യുന്നതിലും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൃത്യമായ കാര്യങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമാകും മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുക. അതിനി എപ്പോഴാണ് എന്നുള്ളതാണ് അറിയേണ്ടത്. ഇപ്പോൾ തന്നെ സമയം ഒരുപാട് വൈകിയിരിക്കുന്നു. ഇനിയും വൈകിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രവർത്തകരും നേതാക്കളും എത്തുന്നുണ്ട്. പക്ഷേ അത് പുലർച്ചയിലേക്കൊക്കെ എത്തുന്ന സാഹചര്യം ഉണ്ടായാൽ അത് കൂടുതൽ പ്രവർത്തകർ എത്തുകയും കൂടുതൽ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കുമെന്നുള്ളത് അറിയാം. വൈകുന്നേരത്തിൽ പ്രവർത്തകരൊക്കെ നേരത്തെ പ്രതിഷേധത്തിലുണ്ടായിരുന്ന പ്രവർത്തകർ പിരിഞ്ഞു പോയതിനു ശേഷമാണ് ഇത്തരത്തിലൊരു സംഘർഷാവസ്ഥ കോതമംഗലത്തുണ്ടായത്. അതിനുശേഷമാണ് ഇപ്പോൾ നേതാക്കളെ അറസ്റ്റ് ചെയ്തു എന്ന് അറിഞ്ഞതിന് ശേഷമാണ് ജില്ലയുടെ വിവിധ ഭാഗത്തു നിന്നുള്ള നേതാക്കൾ ഇവിടേക്ക് എത്തുന്നത്. എറണാകുളത്തു നിന്നുള്ള പ്രവർത്തകരെത്തുന്നുണ്ട്. അതുപോലെ തന്നെ കോതമംഗലത്തിന്റെയും മൂവാറ്റുപുഴയുടെയും വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകൾ പ്രധാനമായിട്ടും ഇവിടേക്ക് എത്തുന്നു. ജില്ലയിലെ സംസ്ഥാനത്തെ നേതാക്കൾ ഈ സമരത്തിന് നേതൃത്വം നൽകുമ്പോൾ പരമാവധി പ്രവർത്തകർ ഇവിടേക്ക് എത്തുക എന്നുള്ളത് സാഹചര്യമുണ്ട്. നേരത്തെ നമ്മൾ കണ്ടതാണ്. ഈ എത്തുന്ന പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നേതാക്കളെ കാണണം, സംസാരിക്കണം എന്നുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുന്നു. അത് പോലീസിന് അനുവദിക്കാൻ പറ്റാത്ത സാഹചര്യം നിലവിലുണ്ട്. സ്റ്റേഷനുള്ളിലേക്ക് കൂടുതൽ പ്രവർത്തകർ എത്തിയാൽ അത് സംഘർഷമായ സാഹചര്യത്തിലേക്ക് കടക്കുമെന്നുള്ളത് ഉറപ്പായതുകൊണ്ട് തന്നെയാണ് പോലീസ് സ്റ്റേഷന്റെ വാതിക്കൽ കൂടുതൽ പോലീസുകാരെ വിന്യസിച്ചുകൊണ്ട് ആ പ്രവർത്തകരെ തടഞ്ഞത്. ആ തടഞ്ഞപ്പോഴാണ് നമ്മൾ നേരത്തെ കണ്ട വാക്ക് തർക്കത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ നിലവിൽ പ്രവർത്തകർ ശാന്തമായിരിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ്. അൻവർ സാദത്ത് MLA-യും റോജി ജോൺ MLA-യും സ്റ്റേഷനകത്തു നിന്ന് പുറത്തു വന്ന് ഈ പ്രവർത്തകരോട് സംസാരിക്കുന്നു. കൃത്യമായ രീതിയിൽ ഈ പോലീസിന്റെ നടപടി ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതിനുശേഷം മാത്രമായിരിക്കും പ്രതിഷേധങ്ങൾ, കൃത്യമായ രീതിയിൽ ഏതെങ്കിലും പ്രതിഷേധങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ് അവർ പറയുന്നത്. ഏതായാലും നേതാക്കളടക്കം അകത്ത് തന്നെ ഇരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ സ്റ്റേഷനുള്ളിൽ വെച്ച് പ്രതികരിക്കാൻ ഈ നേതാക്കൾ തയ്യാറാവില്ല. ഏതായാലും നേരത്തെ നമ്മൾ ചോദിച്ചതാണ് ഷിയാസിന്റെ അടക്കം പ്രതികരണം തേടണമെന്ന് ആവശ്യം ഉന്നയിച്ചിരുന്നു. പക്ഷേ സ്റ്റേഷനുള്ളിലായതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു പ്രതികരണത്തിന് മുതിരാൻ നേതാക്കളും തയ്യാറാകുന്നില്ല. പോലീസിന്റെ നടപടി ഏതെങ്കിലും രീതിയിൽ വ്യക്തമായതിനു ശേഷം, അതായത് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുമ്പോൾ
അല്ലെങ്കിൽ സ്റ്റേഷന് വെളിയിൽ ഇറങ്ങിയതിനു ശേഷം മാത്രമായിരിക്കും ഈ മാത്തിക്കുഴിനാടൻ MLA-യും അതുപോലെ തന്നെ മുഹമ്മദ് ഷിയാസിന്റെയും പ്രതികരണം നമുക്ക് ലഭിക്കുകയുള്ളൂ. അവർ അതിനുവേണ്ടിയാണ് ഇപ്പോൾ കാത്തിരിക്കുന്ന പ്രവർത്തകരടക്കം കാത്തിരിക്കുന്നത്. ഈ നേതാക്കളെ എപ്പോൾ പുറത്തിറക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ പ്രവർത്തകർ കാത്തിരിക്കുന്നത്. മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കണമെന്നുള്ള ഒറ്റ ആവശ്യം ഇപ്പോൾ നേതാക്കൾ എത്തി. എത്രയും വേഗം ഇവരെ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കണം. ആ നടപടിക്രമങ്ങളിലേക്ക് പോലീസ് കടക്കണമെന്നുള്ളതാണ് അൻവർ സാദത്ത് MLA-യും അതുപോലെ റോജി ജോൺ MLA-യും ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലെത്തി മുതിർന്ന ഉദ്യോഗസ്ഥരോട് അടക്കം പറഞ്ഞത്. ഇവർ നേതാക്കൾക്കെതിരെയുള്ള ചാർജ് ഷീറ്റിന്റെ വിവരങ്ങൾ പ്രവർത്തകർക്ക് കൈമാറിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രവർത്തകർ വായിച്ചു നോക്കുന്നുണ്ട്. ഏതായാലും തീർച്ചയായും ഏതൊക്കെ വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് എന്നതിലൊരു വ്യക്തത വരേണ്ടതുണ്ട്. അത് നേതാക്കളും മുമ്പ് പറയുന്നുണ്ടായിരുന്നു. ഈ മുഹമ്മദ് ഷിയാസിനും മാത്യുക്കുഴനാടനുമൊക്കെ എതിരെ എന്തൊക്കെ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് എന്നത് ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല പോലീസ് എന്ന് നേതാക്കൾ ആരോപിച്ചിരുന്നു. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില രേഖകൾ, ചാർജ് ഷീറ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പ്രവർത്തകർക്ക് കൈവശം എത്തിയിട്ടുണ്ട്. അതാണ് നമ്മളുടെ ദൃശ്യങ്ങളിൽ കാണാം. പ്രവർത്തകർ അത് വായിച്ചു നോക്കുകയാണ്. ഏതൊക്കെ വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. വകുപ്പുകളാണ് അത് സംഘം ചേർന്നു, അതിക്രമിച്ചു. 143, 147, 353, 454, 297, read with the 149 IPC section 31 PDPP ആക്ട് പ്രകാരമാണ് എടുത്തിട്ടുള്ളത്. സെക്ഷൻ എടുത്തിട്ടുള്ളത് നോൺ ബൈലബിൾ ഒഫൻസ് ആണ്. മാത്യുക്കുഴനാടൻ ഷിയാസിനെതിരെയുള്ളത് കിട്ടിയിട്ടില്ല. PDPP ഉണ്ട്. മാത്യുക്കുഴനാടൻ എന്തടിസ്ഥാനത്തിലാണ് PDPP എടുത്തതെന്ന് മനസ്സിലാവുന്നില്ല. വക്കീൽ അവിടെ ഉണ്ട് കേട്ടോ. നോൺ ബൈലബിൾ ഒഫൻസ് ആണ്. നോൺ ബൈലബിൾ. അതെ MLA-ക്ക് അതൊന്നുകൂടി വായിക്കാമോ? ഏതൊക്കെയാണ്? 143, 147, 353, 454, 297, റെഡ് വിത്ത് 149 IPC. പിന്നെ PDPP 31 സെക്ഷൻ പ്രകാരമാണ് MLA-ക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. അത് കിട്ടുന്നതാണ്. ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. 2 കേസാണ് എടുത്തിട്ടുള്ളത്. 2 കേസുണ്ട്. 2 കേസ് എടുത്തിട്ടുണ്ട് ഇതിനെതിരെ. ഇന്ന് തന്നെ ഹാജരാക്കുന്ന പറഞ്ഞത്. എന്തായാലും ഇപ്പോൾ മാത്യുക്കുഴനാടനെതിരെ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ ഏതൊക്കെയെന്നതാണ് വായിച്ചത്. അതിൽ പൊതുമുതൽ നശിപ്പിച്ചതിനെതിരെയുള്ള PDPP ആക്ട് ഉൾപ്പെടെ ഗുരുതരമായ വകുപ്പുകൾ, അത് നോൺ ബെയിലബിൾ ഒഫൻസുകളാണ് ചുമത്തിയിരിക്കുന്നത്. ജാമ്യം ലഭിക്കാത്ത കുറ്റങ്ങളാണ്, സ്റ്റേഷൻ ജാമ്യം ലഭിക്കാത്ത കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. ഏതായാലും ഈ വകുപ്പുകൾ, പോലീസിന്റെ ചാർജ് ഷീറ്റ് ഇതൊക്കെ പരിശോധിച്ച ശേഷം മജിസ്ട്രേറ്റിന് തീരുമാനം എന്താകുമെന്ന് അറിയേണ്ടതുണ്ട്. മജിസ്ട്രേറ്റിന് മുന്നിലേക്ക് നേതാക്കളെ ഹാജരാക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോഴും മുഹമ്മദ് ഷിയാസിനെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ, അദ്ദേഹത്തിനെതിരെ ഉള്ള ചാർജ് ഷീറ്റിന്റെ വിവരങ്ങൾ പുറത്തു വരുന്നില്ല. എല്ലാവരും സമരപന്തലിലേക്ക് പോവാ. കോടതിയുടെ അങ്ങോട്ടേക്ക് ആരും പോകണ്ട. എല്ലാവരും സമരപന്തലിൽ അങ്ങോട്ട് പോവാം. രണ്ടുപേരെയും മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കാന്ന് പറഞ്ഞു. അല്ല, ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസ്സുകാർ ഏത് സമരം ചെയ്താലും നോൺ ബൈലബിൾ ആണ് ഇപ്പൊ കേരളത്തില്. CPM-കാര് ബലാത്സംഗം ചെയ്താലോ ആളുകളെ തല്ലിക്കൊന്നാലോ അവർക്ക് പോലീസ് എന്തും ചെയ്തു കൊടുക്കും. അതുകൊണ്ട് ഇത് ഞങ്ങൾക്ക് ശീലമാണ്. ഞങ്ങൾക്ക് ഇത് അത്ര പുത്തിരിയൊന്നുമല്ല. നമ്മുടെ പ്രവർത്തകരാരും ആരും അങ്ങോട്ട് വരരുത്. എല്ലാവരും സമരപന്തലിലേക്ക്
കോതമംഗലത്തെ പ്രതിഷേധത്തിൽ അറസ്റ്റിലായ മുഹമ്മദ് ഷിയാസിനെയും മാത്യു കുഴൽനാടൻ MLA-യും ഇപ്പോൾ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാൻ കൊണ്ടുപോവുകയാണ്. പ്രവർത്തകരുടെ ഒരു വലിയ കൂട്ടം തന്നെ സ്റ്റേഷന് പുറത്തുണ്ട്. അവരോട് നേതാക്കൾ നൽകിയ നിർദ്ദേശം അൻവർ സാദത്തും റോജി എം ജോണും പറഞ്ഞത് ഒരു കാരണവശാലും കോടതിയിലേക്ക് മജിസ്ട്രേറ്റിന് മുന്നിലേക്ക് അല്ലെങ്കിൽ മജിസ്ട്രേറ്റിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അതിനെ പിന്തുടരരുത്. സമരപന്തലിലേക്ക് ഉപവാസ സമരം തുടരുന്നുണ്ട് അവിടെ കോതമംഗലത്ത്. അവിടേക്ക് തന്നെ പ്രവർത്തകർ പോകണം. മറ്റൊരു തരത്തിലുള്ള തടസ്സവും ഉണ്ടാകരുത്. സ്റ്റേഷന് പുറത്ത് വലിയ പ്രവർത്തകരുടെ സാന്നിധ്യമുണ്ട്. പടിക്കെട്ടിൽ ഉൾപ്പെടെ പ്രവർത്തകർ നിരന്നിരിക്കുന്നത് നമ്മൾ മുമ്പ് കണ്ടതാണ്. എന്തായാലും പോലീസുകാരുടെ സാന്നിധ്യവും വലിയ സംഖ്യ പോലീസുകാരും അവിടെ ഉണ്ട്, തമ്പടിച്ചിട്ടുണ്ട്. കോടതിയിലേക്കല്ലേ? അല്ല, തീർച്ചയായിട്ടും നമ്മൾ കണ്ടോണ്ടിരിക്കുകയാണല്ലോ. ഫോൺ തന്നേക്കാം. കോതമംഗലം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇപ്പോൾ മാത്യു കുഴൽനാടനെയും മുഹമ്മദ് ഷിയാസിനെയും മജിസ്ട്രേറ്റിന് മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ്. മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുമോ അതോ അല്ല ജാമ്യം ലഭിക്കുമെന്നതാണ് ഇനി അറിയേണ്ടത്. ഏതായാലും ജാമ്യമില്ലാ വകുപ്പുകൾ തന്നെയാണ് ഇരുവർക്കെതിരെയും ചുമത്തിയിരിക്കുന്നത്. അതിൽ മാത്യു കുഴൽനാടനെതിരെ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ മുമ്പ് ആ ചാർജ് ഷീറ്റിൽ നിന്ന് വായിക്കുന്നുണ്ട്. അതിൽ PDPP ആക്ടിലെ വകുപ്പുകൾ, ജാമ്യമില്ലാ വകുപ്പുകൾ, പൊതുമുതൽ നശിപ്പിച്ചു എന്ന കുറ്റം ഉൾപ്പെടെ ചുമത്തിയിട്ടുണ്ട്. ഏതായാലും ഇത്തരം കേസുകളിൽ സ്വാഭാവികമായി എടുക്കുന്ന നടപടിയാണ്. ജാമ്യമില്ലാ വകുപ്പുകൾ സ്വാഭാവികമാണ്. പക്ഷേ കോൺഗ്രസ് വിലയിരുത്തുന്നത്, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ആക്ഷേപം എന്നത്, ഇടത് യുവജന സംഘടനകളോ വിദ്യാർത്ഥി സംഘടനകളോ സമരം ചെയ്താൽ അവർക്കെതിരെ ജാമ്യമുള്ള വകുപ്പുകൾ ചുമത്തും. കോൺഗ്രസുകാർക്ക് ഇതിപ്പോൾ ഒരു പുത്തരിയല്ല എന്നതാണ് റോജി എം ജോണിന്റെ പ്രതികരണത്തിലുണ്ടായിരുന്നത്. കാരണം നവകേരള സദസ് മുതലുള്ള പ്രതിഷേധങ്ങൾ, ആ സമയത്ത് കരിങ്കൊടി പ്രതിഷേധങ്ങളിൽ ഉൾപ്പെടെ ചുമത്തിയ വകുപ്പുകൾ ചുമത്തിയ വകുപ്പുകൾ, അതിനെതിരെ വരുന്ന വിമർശനങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. പല ഘട്ടത്തിലും പോലീസിന്റെ നടപടികൾ കോടതികൾ വിമർശിക്കപ്പെട്ടതുമാണ്. ഏതായാലും ഇപ്പോൾ രണ്ട് നേതാക്കളെയും മജിസ്ട്രേറ്റിന് മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ്. ഒരു വശത്ത് അവിടെ കോതമംഗലത്ത് ഇപ്പോഴും ഉപവാസ സമരം തുടരുകയാണ്. മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ കൃത്യമായി സർക്കാർ ഇടപെടുന്നില്ല. ഇന്നത്തെ ഏറ്റവും ഒടുവിലത്തെ സംഭവം, നേര്യമംഗലത്ത് ഇന്ദിര എന്ന സ്ത്രീ മരിക്കുന്നു, കാട്ടാനയുടെ ചവിട്ടേറ്റ് മരിക്കുന്നു. ഇതേ തുടർന്നുണ്ടായ പ്രതിഷേധത്തിലാണ് സംഘർഷഭരിതമായ സാഹചര്യങ്ങൾ ഉണ്ടായത്. മൃതദേഹത്തോട് അനാദരവ് കാട്ടിയതുൾപ്പെടെയുള്ള വകുപ്പുകൾ മുഹമ്മദ് ഷിയാസിനെതിരെ ചുമത്തിയിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. പോലീസുമായി ഏറ്റുമുട്ടലുണ്ടായിരുന്നു, പോലീസ് മർദ്ദിക്കുന്നു, അല്ലെ പോലീസുകാരെ പിടിച്ചു തള്ളുന്നതൊക്കെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. ഇതൊക്കെ നേതാക്കൾക്കെതിരെ FIR-കളിൽ ഈ കുറ്റങ്ങളൊക്കെ ചുമത്തിയിട്ടുമുണ്ട്. പക്ഷേ രണ്ട് നേതാക്കളെ, DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെയും
മൂവാറ്റുപുഴ MLA ആയ മാത്യു കുഴൽനാടനെ മാത്രമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഡീൻ കുര്യാക്കോസ് MP, എൽദോസ് കുന്നപ്പള്ളി MLA തുടങ്ങിയവർക്കെതിരെ കൂടി FIR-കൾ ഉണ്ടെങ്കിൽ പോലും 2 നേതാക്കളെ മാത്രമാണ് അറസ്റ്റ് ചെയ്തത്. ഈ അറസ്റ്റിനെ തുടർന്നാണ് വലിയ വിമർശനവും പ്രതിഷേധവും അരങ്ങേറിയത്. പോലീസ് നടപടിക്ക് പ്രതിരോധിക്കാൻ ശ്രമിച്ച പ്രവർത്തകരും പോലീസും തമ്മിൽ രാത്രി വൈകിയുണ്ടായ ഈ അറസ്റ്റ് നടപടിക്കിടെ അവിടെ സംഘർഷമുണ്ടായി. സമരപ്പന്തലിലേക്ക് പോലീസ് ഇരച്ചുകയറി ലാത്തിച്ചാർജ് നടത്തിയെന്നാണ് രമേശ് ചെന്നിത്തല ഉൾപ്പെടെ മുതിർന്ന നേതാക്കൾ പോലീസിനെതിരെ ആരോപിച്ചത്. അപ്പോൾ പോലീസ് വാഹനത്തിന്റെ ചില്ലുകൾ തകർക്കപ്പെട്ടു. അസാധാരണമായ സാഹചര്യങ്ങൾ രാത്രിയിലും ഉണ്ടായി. പകൽ ഉച്ച സമയത്ത് അവിടെ പ്രതിഷേധത്തിനിടെ കണ്ടതിന് സമാനമായ സംഘർഷ സാഹചര്യം രാത്രിയിൽ നേതാക്കളുടെ അറസ്റ്റിനെ തുടർന്നുമുണ്ടായി. പിന്നീട് ഇരുവരെയും 2 നേതാക്കളെയും കോതമംഗലം പോലീസ് സ്റ്റേഷനിലാണ് എത്തിച്ചത്. ഇപ്പോൾ അവിടെ നിന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുവാനായി കൊണ്ടുപോയിരിക്കുകയാണ്. നേരത്തെ എബിൻ തുടരുന്നുണ്ട്. എബിൻ, എത്ര ദൂരമുണ്ട് ഈ മജിസ്ട്രേറ്റിന്റെ അടുത്തേക്ക്? മജിസ്ട്രേറ്റിന്റെ വീട്ടിലേക്കാണോ ഇവരെ കൊണ്ടുപോകുന്നത്? നിലവിൽ മജിസ്ട്രേറ്റിന്റെ വീട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത്. പോലീസ് അതീവ രഹസ്യമായിട്ട് തന്നെയാണ് അത് കൈകാര്യം ചെയ്തിരിക്കുന്നത്. മറ്റു വാഹനങ്ങളെ ഒന്നും അതിനെ പിന്തുടരാൻ അനുവദിച്ചിട്ടില്ല. ഏതായാലും മജിസ്ട്രേറ്റിന്റെ സ്പീഡ് ഈ നിലവിൽ കോതമംഗലം ടൗണിൽ തന്നെയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റു വാഹനങ്ങളൊന്നും പുറകെ വിടാൻ സമ്മതിക്കാതെ MLA-മാരുമായിട്ടുള്ള ജീപ്പ് മാത്രമാണ് പോയിരിക്കുന്നത്. മറ്റാരെയും കൂടെ പോകാൻ അനുവദിച്ചിട്ടില്ല പോലീസ്. ഏതായാലും അല്പസമയത്തിനകം തന്നെ ഇതിൽ വ്യക്തത വരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കി തുടർ നടപടികൾ ഏതായെന്നുള്ളത് എല്ലാം നമുക്ക് അല്പസമയത്തിനകം വ്യക്തമാവുമെന്നാണ് കരുതുന്നത്. ഏതായാലും നോൺ ബെയിലബിൾ അടക്കമുള്ള ചാർജുകളാണ് മാത്യു കുഴൽനാടൻ MLA-ക്കെതിരെയും മുഹമ്മദ് ഷിയാസിനെതിരെയും ചുമത്തിയിരിക്കുന്നതെന്ന് നമുക്ക് ചാർജ് ഷീറ്റിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പൊതുമുതൽ നശിപ്പിച്ചതടക്കമുള്ള ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ അടക്കം ഇവർക്കെതിരെ വകുപ്പുകൾ നിലവിൽ ആ പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ആയിരിക്കും നേരിട്ട് ഹാജരാക്കുക. അതിനുശേഷമായിരിക്കും ഇതിന്റെ തുടർ നടപടികൾ ഏത് രീതിയിലാണ് റിമാൻഡിലേക്ക് കടക്കുമോ എന്നുള്ള കാര്യം മനസ്സിലാവുകയുള്ളൂ. ഏതായാലും നിലവിൽ പോലീസ് വാഹനം മാത്രമാണ് ഇവരെയും കൊണ്ടുപോയിരിക്കുന്നത്. MLA-മാരടക്കം പോലീസ് സ്റ്റേഷനിൽ തുടരുകയാണ്. മറ്റ് വാഹനങ്ങളെ ഒന്നും ഈ പോലീസ് ജീപ്പ്, അതായത് ഈ MLA-മാരെയും കൊണ്ട് മാത്യു കുഴൽനാടനെയും മുഹമ്മദ് ഷിയാസിനെയും കൊണ്ട് പോയ വാഹനത്തിനെ പിന്തുടരാൻ അനുവദിച്ചിട്ടില്ല. അവർ മറ്റു വാഹനങ്ങൾ തടഞ്ഞു നിർത്തുകയായിരുന്നു. അതിനുശേഷം മാത്രമാണ് പോലീസ് ജീപ്പ് മാത്രമാണ് പോയത്. ഏതായാലും മജിസ്ട്രേറ്റിന്റെ വീടിൻ ടൗണിൽ തന്നെയാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ ഹാജരാക്കിയ ശേഷമാകും ഈ തുടർ നടപടികളിലേക്ക് കടക്കുക. ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയിരിക്കുന്ന പ്രവർത്തകരെല്ലാവരും തന്നെ പോലീസ് സ്റ്റേഷന് മുൻപിലും അതുപോലെ തന്നെ ഉപവാസ പന്തലിന് സമീപവുമാണ് ഇപ്പോൾ തമ്പടിച്ചിരിക്കുന്നത്. ഇതിൽ കൃത്യമായ നിലപാടുകൾ അറിഞ്ഞതിനു ശേഷം ഈ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ നടപടിക്രമങ്ങൾ വ്യക്തമായതിനു ശേഷം മാത്രമാകും തുടർ സമര പരിപാടികളിലേക്ക് കടക്കുക. റിമാൻഡ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഗുരുതരമായ പ്രതിഷേധത്തിലേക്ക് കടക്കുമെന്നുള്ളത് ഈ നേതാക്കളടക്കം സൂചിപ്പിച്ചിരുന്നു. അത് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള നേതാക്കൾ നാളെ രാവിലെ തന്നെ കോതമംഗലത്തേക്ക് എത്തിച്ചേരുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ ഇവിടെ ഉണ്ടെങ്കിൽ പോലും പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള നേതാക്കൾ എത്തിയതിനു ശേഷമായിരിക്കും തുടർ സമര പരിപാടികൾ ആസൂത്രണം ചെയ്യുക എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഏറ്റവും വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കി ഏത് രീതിയിലായിരിക്കും ഈ കേസ് ചാർജ് ഷീറ്റ് ഉൾപ്പെടെ ഇവർക്കെതിരെ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. റിമാൻഡ് ഉൾപ്പെടെയുള്ള ഘട്ടത്തിലേക്ക് കടക്കുമോ എന്നുള്ളത് നമുക്ക് ഇപ്പോൾ വ്യക്തതയില്ല. കാരണം നേരത്തെ അറസ്റ്റ് ചെയ്ത പ്രതികളെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ച സാഹചര്യം ഉണ്ടായിരുന്നു. MLA അടക്കം ജനപ്രതിനിധി അടക്കമുള്ള ആളുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഈ രീതിയിൽ വകുപ്പുകൾ ചാർത്തിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെയുള്ള പൊതുമുതൽ നശിപ്പിച്ചതടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുള്ളതുകൊണ്ട് തന്നെ ഏത് രീതിയിലാകും ഇതിന്റെ നടപടിക്രമങ്ങൾ ഇനി തുടരുക എന്നുള്ളത് മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കിയ ശേഷം മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. തീർച്ചയായും ഏതായാലും മാധ്യമങ്ങൾ ഉൾപ്പെടെ ഈ പോലീസ് വാഹനത്തെ മാത്യു കുഴൽനാടൻ MLA-യും മുഹമ്മദ് ഷിയാസിനെയും കൊണ്ട് മജിസ്ട്രേറ്റിന് വീട്ടിലേക്ക് പോയിരിക്കുന്ന പോലീസ് വാഹനത്തെ പിന്തുടരാൻ അനുവദിച്ചിട്ടില്ല. MLA-മാർ മാത്രമാണ് 2 പേർ. അൻവർ സാദത്ത് MLA-യും റോജി M. ജോണുമാണ്. അവരുടെ വാഹനങ്ങളും അല്പസമയം വൈകിയ ശേഷമാണ് പോലീസ് സ്റ്റേഷൻ പരിസരത്ത് നിന്ന് പോയിട്ടുള്ളത്. ഏതായാലും റിമാൻഡ് സംബന്ധിച്ച് അല്ലെങ്കിൽ ജാമ്യം ലഭിക്കുന്നത് സംബന്ധിച്ച് എന്താണ് തീരുമാനം, മജിസ്ട്രേറ്റിന്റെ തീരുമാനം എന്തെന്ന് ഉടൻ തന്നെ അറിയാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതാനും മിനിറ്റുകൾക്കകം തന്നെ അക്കാര്യത്തിലൊരു തീരുമാനം വരും എന്ന് പ്രതീക്ഷിക്കുന്നു. 2 നേതാക്കൾക്കെതിരെയും ചുമത്തിയിരിക്കുന്നത് ജാമ്യമില്ലാ വകുപ്പുകൾ തന്നെയെന്നാണ് മനസ്സിലാക്കുന്നത്.